ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു അര കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് കൊണ്ടുവരാം. ഇനി കഴുകി വൃത്തിയാക്കിയ നുറുക്ക് ഗോതമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല നേർത്തിട്ടുള്ള ഫൈനായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് എടുത്തിരിക്കുന്നത്, അത് കാരണം ഒരു മണിക്കൂർ മതിയായിരുന്നു കേട്ടോ കുതിരാനായിട്ട്. കട്ടിയുള്ള വലിയ നുറുക്ക് ഗോതമ്പാണെങ്കിൽ 3 മുതൽ 4 മണിക്കൂർ വരെ നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. കുതിർത്തെടുത്ത നുറുക്ക് ഗോതമ്പ് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അര കപ്പ് റവയും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/8 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റ് ബാലൻസ് കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പ്, അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ദോശ ബാറ്റർ ഒന്ന് പുളിച്ചു പൊങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സാധാരണഗതിയിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങുന്നതാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഈസ്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ട്, അതുപോലെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ ക്ലൈമറ്റൊക്കെ അനുസരിച്ചിട്ട് സമയത്തിൽ വ്യത്യാസമൊക്കെ വരാം കേട്ടോ. എനിക്ക് 2 മുതൽ 3 മണിക്കൂർ കൊണ്ട് ബാറ്ററൊക്കെ നന്നായിട്ട് പുളിച്ചു പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് യൂട്യൂബിൽ അജയ് സ്റ്റീഫൻ എന്നുള്ള ചാനലിൽ ഇവയുടെ മമ്മിയുടെ ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു അടിപൊളി റെസിപ്പി എന്ന് വെച്ചാൽ അടിപൊളി റെസിപ്പിയാണ്. ഇനി നമുക്ക് ഓരോ തവിയായിട്ട് മാവ് കോരി ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരത്തി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തട്ടിൽ കുട്ടി ദോശ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തട്ടുദോശയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് 45 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെച്ചാൽ മാത്രം മതി. അപ്പോഴേക്കും ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കിത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ നല്ല സോഫ്റ്റാണ് ഈ ഒരു ദോശ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഏതൊരു ചട്നിയുടെയോ അല്ലെങ്കിൽ കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടുന്ന് വെച്ചാൽ കിഡ്ലൻ ദോശയാണ്. അപ്പം ഇതുവരെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഇങ്ങനെ ഒരു ദോശ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ അറിയിക്കാൻ മറക്കരുതേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.